ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ഡിഷ് ചക്കപ്പൂരിയാണ്. നമ്മൾ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ പകുതി മിച്ചം വരും. പകുതി ചക്ക ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. നല്ല പച്ച ചക്കച്ചുളയാണ്. നോക്കിയേ, പച്ച ചക്കയുടെയാണ്. आज हम बनाने जा रहे कटहल का पूरी, दिखाएंगे कैसे है. നല്ല പച്ച ചക്കയാണിത്. एकदम कच्चा वाला कटहल है. एकदम बड़ा वाला कटहल है लेकिन कच्चा है. अच्छे से पीस करके आएंगे. നല്ലതായിട്ട് നമുക്കിത് അരച്ചുകൊണ്ട് വരാം. ചക്ക നല്ലതായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. നോക്കിക്കേ, ബിൽക്കുൽ പാനി ദിയാനെ. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ പച്ച ചക്ക അരച്ചതാണ്. നോക്കിക്കേ, ബിൽക്കുൽ പാനി ദിയാനെ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. एक बर्तन में डालेंगे. നമ്മൾ ചക്ക നല്ലതായിട്ട് അരച്ച വെച്ചിട്ടുണ്ട്. कटहल अच्छे से पीस करके रखा है. इसमें अभी डाल रहे नमक. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. चिली फ्लेक्स 1 टीस्पून, 1 टीस्पून डाल रहे. കസൂരി മേത്തി डाल रहे. നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയത് മേടിക്കാൻ കിട്ടുന്നതാണ് കസൂരി മേത്തി. കസൂരി മേത്തിയുടെ 2 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छे മിക്സ് करना है. ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. आटा लिया है. इसमें थोड़ा थोड़ा डाल के मिक्स करना है. इतनी बिल्कुल पानी नहीं देगा. നമുക്ക് ഇത്തിരി പോലും വെള്ളം ചേർക്കത്തില്ല. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മാവിട്ട് അത് ടൈറ്റ് ആകുന്ന പരുവാണ് അതിൻ്റെ പരുവം. थोड़ा थोड़ा डाल के टाइट करता है. उसी टाइम हम लोग आटा डालना बंद करना है. एकदम टाइट बनाना है. बिल्कुल पानी नहीं डालना है. അരച്ച് കഴിയുമ്പോൾ ചില ചക്ക നല്ല ടൈറ്റായിട്ടിരിക്കും, ചില ചക്ക നല്ല വെള്ളമയമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള മൈദ വേണമെങ്കിൽ ഇടാം. ഞാനിപ്പം ഗോതമ്പ് പൊടിയാണ് ഇട്ടത്. पानी एक एक टू कटहल में अलग अलग होता है. पानी का कंटेंट थोड़ा डिफरेंट हो जाएगा. एक एक टू में ड्राई होता है, एक एक टू में पानी पानी होता है. उसका हिसाब से हम लोग आटा डालना है. एकदम टाइट पूरी का जैसे ही बनाना है. अभी और थोड़ा डालना है. നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छा से हाथ से मिला दीजिएगा. ये टाइट ആയി കഴിഞ്ഞു. നമ്മൾ കുറച്ചും കൂടെ ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആട്ട और थोड़ा भी डाला है. देखिए टाइट हो गया. अभी डालना है 2 टेबल स्पून ഓയിൽ डालना है. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छा से मिक्स कर दीजिएगा. ഞാൻ നല്ലതായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ये अच्छे से गूंद के रखा है पूरी के लिए. अभी छोटा छोटा बॉल बनाएंगे. നമുക്ക് ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കി വെക്കാം. നമുക്ക് പൂരിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. सब गोला बना के रखा है. अभी थोड़ा बेल के रखेंगे. बेल के रखे फटाफट बनाएंगे. നമുക്ക് എല്ലാം ഒന്ന് പരത്തി വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു എണ്ണ മുക്കി വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ എണ്ണയും ചീത്തയാകത്തില്ല, നമുക്ക് എളുപ്പം പരത്തിയെടുക്കാം. थोड़ा तेल में बेलने से अच्छा है. तेल भी खराब नहीं होगा, जल्दी भी बेल सकता है. ये ഞാൻ കുറച്ച് ഉരുളകൾ പരത്തി വെച്ചിട്ടുണ്ട്. थोड़ा गोला बेल के रखा है. अभी थोड़ा बनाएंगे. നമുക്ക് വറുത്തെടുക്കാം. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നോക്കിക്കേ,
अच्छे से फुल के आया है, निकाल देंगे, दूसरा डालेंगे. നമുക്ക് ഇതെടുത്തിട്ട് വേറെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പൂരി നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അച്ഛൻ ഫുൾ ഡേ ഇവിടെ പൾട്ടി കറങ്ങാൻ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഐസി സബ് ബനായെങ്കിൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചക്കയുടെ ഗുണം ഞാൻ പ്രത്യേകം ഒന്നും പറയണ്ടല്ലോ. പച്ചച്ചക്ക നിങ്ങൾ ഒട്ടുമേ കളയരുതും. അത് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് പൂരി ആട്ടയ്ക്കകത്തോ മൈദക്കകത്തോ ഒക്കെ ഉണ്ടാക്കി അത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയെടുത്താൽ ഭയങ്കര നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചിക്കൻ കറിയുടെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏത് കറിയുടെ കൂടെയും കറി ഇല്ലാതെ തന്നെ ഒത്തിരി ടേസ്റ്റിയാണ്. घर में सब लोग थोड़ा ट्राई करके देखिएगा. कच्चा कटहल से पूरी बनाया, बहुत बढ़िया टेस्ट आ जाएगा. बच्चा लोगों को, बड़ा लोगों को, सबको पसंद हो जाएगा. स्पेशली डायबिटिक पेशेंट्स के लिए कच्चा कटहल बहुत बढ़िया है. सब लोग घर में ट्राई करके देखिएगा. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.